തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ സിഐയുടെ നേതൃത്വത്തിൽ കരിക്ക് ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്ന പരാതിയിൽ പോലീസിനെ വെട്ടിലാക്കി വൈദ്യപരിശോധന റിപ്പോർട്ട്. അരിമ്പൂർ സ്വദേശി സുനിൽകുമാറിന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിംഗ് റിപ്പോർട്ടുണ്ട്. ആരോപണ വിധേയനായ അന്തിക്കാട് സിഐ വിനീഷ്, പോലീസുകാരനായ അനൂപ് എന്നിവർക്കെതിരെ നടപടിയെടുത്തില്ലെന്നാണ് പരാതി. വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് സുനിൽകുമാർ ഉൾപ്പെടെ 15 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എൻ്റെ പെങ്ങളെ കുട്ടീനെ അന്തിക്കാട് എസ് ഐ പിടിച്ചു കൊണ്ടുപോകണമുണ്ട്. അപ്പോൾ എന്താ സാറേ ഇങ്ങനെ അവനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാമനാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നീയും കൂടി ജീപ്പിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ വലിച്ചിട്ടു അന്തിക്കാട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ വന്ന് കുറച്ച് നിരപരാധി പിള്ളേരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സി സാറ് വന്നിട്ട് പറഞ്ഞു, ആരും വിടണ്ട, ഞാൻ വന്നിട്ട് വിട്ടാമെന്ന് പറഞ്ഞു. രാത്രി 2 മണി നേരത്തെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ പഴയ അന്തിക്കാട് സ്റ്റേഷനിൽ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. എൻ്റെ വാരികൾക്ക് പൊട്ടുകളുണ്ടായി. പിന്നെ 7 ഇടി തന്നെ ഇടിച്ചു, ഒരു ചവിട്ട് ചവിട്ടി, പിന്നെ മുഖത്തൊരു ഇടി ഇടിച്ചു. സൂരജ് സജി ഉണ്ട് വിവരങ്ങളുമായി. സൂരജ്, എന്താണ് സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, ഈ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുക്കുന്നവരെ കരുക്കുപയോഗിച്ച് മർദ്ദിക്കുന്നുവെന്ന തുടർ പരാതികളുണ്ടായിരുന്നു. ആഴ്ചകളുടെ ഇടവേളകളിലാണ് ഈ പരാതികളെല്ലാം തന്നെ വന്നത്. പലപ്പോഴും മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിൽ പോലും ഇതിൽ നടപടിയില്ല എന്ന് പറയുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പോലീസിനെ വെട്ടിലാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഗാനമേളയ്ക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകരടക്കം 15 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 6 പേർക്ക് ഗുരുതരമായി കരിക്കുപയോഗിച്ചുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് CPMന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ അന്ന് അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ അന്തിക്കാട് സ്വദേശിയായിട്ടുള്ള അന്തിക്കാട് അരിമ്പൂർ സ്വദേശിക്ക് കൂടി പരിക്കേറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ 2 വാരിയലിന്, സുനിൽകുമാറിന്റെ 2 വാരിയലിന് പരിക്കുണ്ട്. ഇതേ തുടർന്ന് സുനിൽകുമാറിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പക്ഷേ ലെൻസിൽ ഉൾപ്പെടെ ഈ വായു കയറി വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ചികിത്സ പൂർത്തിയായാൽ മാത്രമാണ് ഈ വാരിയലിന്റെ ചികിത്സ പോലും, ശസ്ത്രക്രിയ പോലും നടത്താൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. തുടർച്ചയായി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയാത്ത മർദ്ദനമാണ് ഉണ്ടായതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ പരാതി നൽകി. പക്ഷേ അതിലൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. CIക്കെതിരെയോ അതുപോലെ തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെതിരെയോ ഒരു തരത്തിലുള്ള അന്വേഷണമോ മറ്റു നടപടികളിലേക്കോ കടന്നിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിഷേധപൂർവ്വമാണ് സുനിൽകുമാർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ ഭാഗത്തു നിന്ന് പോലും ഈ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട്. ഗോപികൃഷ്ണൻ. ശരി സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.